നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്ര നാൾ സത്യം മറച്ചുവെച്ച് രാജുവിനൊപ്പം ഉണ്ടാകാൻ കഴിയുമെന്ന്. പക്ഷെ രാജുവിന്റെ കൂടെ ഞാൻ എത്ര നാൾ ഉണ്ടാകുമോ അത്രയും നാൾ ഞാൻ സുരക്ഷിതയായിരിക്കും. അതെനിക്ക് ഉറപ്പാ. ആ സ്ത്രീധനം സെറ്റ് ആയിരുന്നെങ്കിൽ എനിക്കും എന്റെ മോൾക്കും ജയേട്ടന്റെ വീട്ടിൽ പോയി താമസിക്കായിരുന്നല്ലോ. എല്ലാ പ്രതീക്ഷയും തകർന്നു. ഋതികെ, വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഈ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയാ ഞാൻ പറഞ്ഞ്. അത് നീ കരഞ്ഞു കാണിച്ചാ മാറില്ല. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഓരോന്നങ്ങ് ചെയ്യും. മുന്നും നോക്കില്ല പിന്നും നോക്കില്ല. ആ ചെയ്യുന്നതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതേ കുടുംബത്തിലെ ബാക്കിയുള്ള ആൾക്കാരാ. അവര് പട്ടിണി കിടന്നാലും ചത്താലും നിങ്ങൾക്കൊന്നും ഒന്നുമില്ലല്ലോ. ഇനി എന്തൊക്കെയാ അനുഭവിക്കാൻ കിടക്കുന്നത്? എന്റെ ദൈവമേ. മോളെ കരയാതെ. അവൾ എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് മോളിങ്ങനെ കരയാമോ? അതൊന്നും മോള് മനസ്സിൽ വെക്കണ്ട. അല്ല രാധമ്മേ, പ്രിയച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. പറഞ്ഞ ഓരോ വാക്കുകളും സത്യസന്ധമാണ്. എന്നാലും ഞാൻ ഇവിടെയും വെറുക്കപ്പെട്ടവളാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സിസ്റ്റർ, എന്താ? കുറച്ചു മുമ്പ് സിസ്റ്റർ ഒരു പേഷ്യന്റിനെ വീൽ ചെയറിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേ? അവരുടെ പേര് പത്മാവതി എന്നാണോ? അതെ. അവരെ അറിയോ? പരിചയമുണ്ടോ? എനിക്ക് പരിചയമില്ല. എന്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് അവരെ അറിയാമെന്നും അവർക്ക് എന്ത് സംഭവിച്ചതാണെന്നും തിരക്കി വരാൻ. അതൊരു ആക്സിഡന്റ് കേസായിരുന്നു. ഒരു പെൺകുട്ടിയാണ് ഇവിടെ എത്തിച്ചത്. അവരുടെ തലക്കേറ്റ പരിക്കൽപ്പം ഗുരുതരമായിരുന്നു. ബട്ട് നൗ ഷീ ഈസ് ഫൈൻ. വേണ്ടപ്പെട്ടവരാരും ഇതുവരെ വരാത്തതുകൊണ്ടാ ഞങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ തന്നെ നിർത്തിയത്. ഇന്ന് അവരെ അന്വേഷിച്ച ഒരാൾ വന്നു. അല്പം മുമ്പ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ഡിസ്ചാർജ് ആയോ? ഓക്കെ. അവരുടെ അഡ്രസ് ഉണ്ടോ? അയ്യോ സോറി, അവരുടെ അഡ്രസ് ഫില്ലപ്പ് ചെയ്തില്ല. അവരുടെ കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും? അതുമില്ല. താങ്ക് യു. ശരി. അഡ്രസ്സും ഇല്ല, കോണ്ടാക്ട് നമ്പറും ഇല്ല. യൂസ്ലെസ് ഫെലോ. ഉറപ്പായിട്ടും മാഡം. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും ഡബിൾ സാലറി ഇവിടെ. എപ്പോഴാ ഇന്റർവ്യൂ? ആ, രാവിലെ തന്നെ പോണം മാഡം. ഈ ജോലി കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ കണക്കൂട്ടലുകളെല്ലാം തെറ്റും. സത്യം പറഞ്ഞ രാജു ഒരു നല്ല മനസ്സുള്ള ആളാ. അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കരുതെന്ന് കരുതുന്ന ആള്. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞ? ഞാൻ രാജുവിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നപ്പോ രാജുവിന്റെ ജോലി നഷ്ടപ്പെട്ടു. വരുമാനം നിലച്ചു. ഈ വീട്ടിലെ സന്തോഷം നഷ്ടമായി. ശ്രീയുടെ വിവാഹം മുടങ്ങി. പ്രിയച്ചിക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ കഴിയാതെയായി. ഇതിത്രയും ഞാൻ എന്റെ കൺമുന്നിൽ കാണുന്ന പ്രശ്നങ്ങള്. കാണാത്തത് ഇനിയും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന രാജു ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാനോ ഞാൻ കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. എനിക്കറിയാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്റെ ഒരാളുടെ ഒരു തീരുമാനം മാത്രമാണ് കാരണമെന്ന്. മാഡം അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. ഈ വീട്ടിൽ ഇതിനു മുൻപും ഇതുപോലെ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസാ. എന്റെ ജീവിതത്തില് ഏകദേശം എക്കാലത്തും ഇതുപോലുള്ള വെല്ലുവിളികൾ തന്നെയാ. അത് ജീവിതകാലം മുഴുവനും ഉണ്ടാവും. ഒരിക്കലും ഒരു അവസാനം ഉണ്ടാവില്ല. ആ മാഡം, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. രാവിലെ പ്രിയച്ചി മാഡത്തെ
കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു അല്ലേ? ഏയ് കുറ്റപ്പെടുത്തി സംസാരിച്ചതൊന്നും അല്ലത്. പ്രിയച്ചിയുടെ വിഷമങ്ങൾ പറഞ്ഞതാ, അത്രേ ഉള്ളൂ. മനസ്സിലായി. അമ്മയെല്ലാം പറഞ്ഞിരുന്നു എന്നോട്. പ്രിയേച്ചി അങ്ങനെയൊക്കെ സംസാരിച്ചതിന് മാഡം ക്ഷമിക്കണം. പ്രിയേച്ചിക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. സോറി മാഡം. അയ്യോ, രാജു എന്തിനാ സോറിയൊക്കെ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം എന്റെ ഒരാളുടെ തീരുമാനത്തിന്റെ ഫലമാണ്. അപ്പോ ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? മാഡം ക്ഷമയൊന്നും ചോദിക്കണ്ട. ശരി, രാജുവിന്റെ തണല്ല ഞാനിപ്പോ, അല്ലേ? അച്ഛന്റെയും അമ്മയുടെയും പ്രിയച്ചിയുടെയും ശ്രീയുടെയും ഐഷുവിന്റെ ഒക്കെ കൂടെ ഇപ്പോ ഞാനും. മാഡം, ഞാനേ ഇപ്പൊ ആരുടെ തണലിൽ പോയി നിൽക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. രാജു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാജുവിന്റെ തണല എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ആശ്വാസം. വല്ലാത്തൊരു കംഫർട്ട് ഫീൽ ചെയ്യും രാജുവിന്റെ കരുതലെന്ന ആ തണലിൽ നിൽക്കുമ്പോ. ഓരോ പ്രതിസന്ധികളെയും പിഴുതെറിയാനുള്ള ഊർജം കിട്ടും ആ തണലിൽ നിൽക്കുമ്പോ. മാഡം, എന്റെ രാജു, രാജു ഒന്നും പറയണ്ട. രാജുവിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. നല്ല ദിവസങ്ങൾ വരും ജീവിതത്തിലേക്ക്. ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നത് രാജുവിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കും. നോക്കാം. ആ, എന്നാ കിടന്നാലോ? ആ. എന്നാ ഞാൻ പോയി പായെടുത്തിട്ട് വരാം. എനിക്കറിയില്ല രാജു, എത്ര നാൾ സത്യം മറച്ചുവെച്ച് രാജുവിനൊപ്പം ഉണ്ടാകാൻ കഴിയുമെന്ന്. പക്ഷെ രാജുവിന്റെ കൂടെ ഞാൻ എത്ര നാൾ ഉണ്ടാകുമോ അത്രയും നാൾ ഞാൻ സുരക്ഷിതയായിരിക്കും. അതെനിക്കുറപ്പാ. എന്താ സർ? എങ്ങോട്ടാ? ഒരു ഇന്റർവ്യൂ ഉണ്ട് സർ, അത് അറ്റൻഡ് ചെയ്യാൻ പോവാ. ഒരു പ്രശ്നമുണ്ടല്ലോ രാജു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ സ്റ്റേഷനിലോട്ട് വാ. എന്താ സർ കാര്യം? എല്ലാം അറിഞ്ഞാലേ സാർ എഴുന്നള്ളത്തുള്ളോ? പിടിച്ച് കേട്ടോ. നിക്ക്. അറസ്റ്റ് ആണോ? ആണെങ്കി വാറന്റ് ഉണ്ടോ? വാറന്റ് അല്ലേ? ഇതാണ് നിന്റെ വാറന്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.